നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പലപ്പോഴും ഇഷ്ടമില്ലാത്ത അനേകരെ കാണുവാൻ കഴിയും. എന്നാൽ ജയകരമാകുന്ന ജീവിതത്തിന് നമുക്ക് നിർദ്ദേശിച്ചു തരുന്ന കാര്യങ്ങൾ അനുസരിച്ച് അതിനനുരൂപമായി നാം യാത്ര ചെയ്യണം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം, പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അതെ, ഉപദേശിച്ച് തരികയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. അതെ, നാം കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കണം. ദൈവിക നിയോഗം നിലനിർത്തണം. ദൈവനാമത്തിൽ നാം മുൻപോട്ട് പോകുവാൻ ഒരുങ്ങുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യണം. ദൈവവചനം വളരെ വ്യക്തമായി സങ്കീർത്തനം 51:17 കർത്താവ് ഇന്ന് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന യാഗം ആടുകളോ കാളകളോ ഒന്നുമല്ല, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നാം ദൈവത്തെ അന്വേഷിക്കുക എന്നതാണ്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ ദൈവം നിരസിച്ച് കളയുകയില്ല. മാത്രമല്ല, ദൈവത്തെ നാം അന്വേഷിക്കുമ്പോൾ നാം ജാഗ്രതയോടെ അന്വേഷിക്കണം. സദൃശ്യവാക്യം 8:17 അതിന് നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ നാം പലപ്പോഴും പരാജയമായി മാറി എന്ന് വരാം. അതെ, പിതാവ് നമ്മളോട് ഉപദേശിച്ചു തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. മാത്രമല്ല, ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു കാര്യം നാം മറന്നു പോകരുത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നാം നിത്യജീവൻ അവകാശമാക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ഹൃദയം കഠിനപ്പെടുത്താതെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ കർത്താവ് നമ്മെ ഉപദേശിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അനുസരിച്ചും പ്രാവർത്തികമാക്കിയും മുൻപോട്ട് പോകാം. ജയകരമാകുന്ന ഒരു ജീവിതം നമുക്കുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.